ഇതൊക്കെ മനസ്സിലാവുന്ന എന്താണ് മാറുന്നത് എളുപ്പമാണെന്നാണ്. മാറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോ ജീവിക്കലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രമാണ് ചേഞ്ചിനെ എടുക്കേണ്ടത് എങ്ങനെയാണ്. എന്താണ് ചേഞ്ച്? ചേഞ്ചിനെ നമ്മൾ എങ്ങനെ കാണണം? ചേഞ്ചിനെ നമ്മൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം? ചേഞ്ച് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ മസിൽ പിടിച്ച് നിന്നാൽ ജീവിതത്തിൽ മലവെള്ളപ്പാച്ചിൽ പോലെ വരുന്ന ചേഞ്ച് നമ്മളെ കൊണ്ട് പോകും എന്നത് മറക്കാതിരിക്കാം. അപ്പൊ ഇന്നലെ ഉപദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. ഉപദേശം ഒരു മനുഷ്യന് ആവശ്യമാണോ അല്ലേ എന്ന്. മനുഷ്യന്റെ ഒരു നിർണായകമായ ഒരു അവസ്ഥയാണ് ഉപദേശം നിർബന്ധമാണ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫി നിർബന്ധമാണ്. നോൺ ഫിലോസഫിക്കൽ ഫിലോസഫി ആയാലും ഫിലോസഫി ആയിരിക്കും. അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഫിലോസഫി ഓറിയന്റഡ് ആയിട്ടാണ് ഹ്യൂമൻ ബീങ് റൈഡ് ചെയ്യുള്ളൂ. ഇനി ഉപദേശിക്കണ്ട എന്ന് പറയുന്ന മനുഷ്യൻ പേടിത്തൊണ്ടനാണ്. അതാണ് ഏറ്റവും വലിയ രസം. നിയമമുണ്ട് നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് ഭരിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ എന്നെ ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞ ആളെന്ത് ചെയ്യും? ആ നിയമത്തെ അംഗീകരിക്കാൻ പോകും. അപ്പൊ ആലോചിച്ച് നോക്കൂ, അയാൾക്ക് ഫിലോസഫി ഒന്നുമില്ല, പോളിസികളൊന്നുമില്ല, ആദർശങ്ങളൊന്നുമില്ല, ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, പ്രവാചകന്മാരില്ല, ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. അങ്ങനെ പോകുന്ന ഒരു മനുഷ്യൻ ഒന്നിനെയും ഞാൻ ഫോളോ ഇല്ല എന്ന് പറയും. എന്നിട്ട് പറയും എനിക്കാരെയും പേടിയില്ല എന്ന് പറയും. എന്നെ ആരും ഉപദേശിക്കണ്ട എന്ന് പറയും. ഇതൊക്കെ മനുഷ്യൻ പറയാറില്ലേ? നിനക്ക് നമ്മൾ സംഭവിക്കാറില്ലേ? ഇങ്ങനെയുള്ള ആളുകൾക്ക് നാട്ടിലില്ലേ? അതാണല്ലോ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. എനിക്ക് പ്രായമായി, എനിക്ക് ബോധമായി, എന്നെ ഉപദേശിക്കണ്ട, എനിക്കറിയാം അത് എന്താ ചെയ്യണം. അപ്പം പറഞ്ഞാൽ നന്നാവൂല, കേട്ടാ നന്നാവൂല, ഇരുത്തി ക്ലാസ് എടുത്താൽ നന്നാവൂല, തയ്യാറല്ല, പക്ഷെ അനുഭവിച്ചറിയും. അപ്പൊ ഒന്നിനും പേടിയില്ലാത്ത ഒരാൾക്ക് നിയമത്തെ പേടി ഉണ്ടാവുന്ന കാണാം. അത് വലിയ രസമാണ്. വലിയ ആരോടും ഒരു പ്രശ്നവുമില്ല, ഭയങ്കര കൂസലില്ലാത്ത വലിയ ധൈര്യവാനാണെന്നൊക്കെ കാണിച്ച് വലിയ സംഭവങ്ങളൊക്കെ ചെയ്ത ഒരാളെ അവസാനം പോയിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു ഭീരുവായി കാണുന്നു. അയാൾ നിൽക്കുന്ന മണ്ണിനൊരു നിയമമുണ്ട്, ആ മണ്ണിനൊരു ലോ ഉണ്ട്. ആ മണ്ണിന്റെ ലോ അയാൾ പാലിച്ചേ പറ്റും. ആ മണ്ണ് ഭരിക്കുന്ന ആരോ ആവട്ടെ, അത് അറബി ആവട്ടെ, അനറബി ആവട്ടെ, കാട്ടറബി ആവട്ടെ, താഴ്ന്നവനാകട്ടെ, മേലവനാവട്ടെ, വെളുത്തവനാവട്ടെ, കറുത്തവനാവട്ടെ, ബുദ്ധിയുള്ളവനാവട്ടെ, ബുദ്ധിയില്ലാത്തവനാകട്ടെ, ബോധമുള്ളവനാവട്ടെ, ബോധമില്ലാത്തവനാകട്ടെ, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു വേറൊരു വണ്ട ശിരോമണിയാവട്ടെ, ആരും ആവട്ടെ, ആരായാലും ഒരു കുഴപ്പമില്ല. ജനങ്ങളുടെ കാര്യം നോക്കുന്ന ഒരുത്തനാവട്ടെ, ആരായാലും ആ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം ആ നിയമം ആ മണ്ണിന്റെ നിയമം അയാൾ പാലിക്കേണ്ടി വരും. അങ്ങനെ പാലിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് ഒരു ചെറിയ കാര്യങ്ങൾ, ചെറിയ 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 കാര്യങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. ഒരു ട്രാഫിക്കിൽ ഒരു സിഗ്നൽ പച്ചയും ചുവപ്പും ഓറഞ്ചും ആകുന്നത് മാത്രം ഒരു ചെറിയ നിയമമാണ്. വരച്ചിരിക്കുന്ന വരകൾ നിയമമാണ്. സീബ്ര ലൈനുകൾ നിയമമാണ്, അല്ലെ? ഇന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വണ്ടി പോകും എന്നല്ലാതെ എന്നെ ആരും അങ്ങനെ ഉപദേശിക്കണ്ട. 10 മണിക്ക് പോകേണ്ട വണ്ടിക്ക് 9:55 എത്തണമെന്നൊന്നും എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന ഒരാൾക്ക് 10:05 ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ വണ്ടി ഉണ്ടാവില്ല അവിടെ. 2 മണിക്കൂർ 30 മിനിറ്റ് മുമ്പ് ചെക്കിന് വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തണമെന്ന് പറഞ്ഞ ഒരാൾക്ക് എയർപോർട്ടിൽ എത്താൻ ആ കമ്പനി ഓടിക്കുന്ന ഒരാളുണ്ടാക്കിയ ഒരു നിയമം, അല്ലെങ്കിൽ ആ എയർപോർട്ട് ഉണ്ടാക്കിയ ഒരു നിയമമുണ്ട്. ആ നിയമം അത് ആ ലാൻഡിന്റെ അല്ലെങ്കിൽ അവിടുത്തെ എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ സർവീസസിന്റെ ഒരു നിയമമുണ്ട്. ആ നിയമം അയാൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സ്വന്തമായിട്ടൊരു ഫിലോസഫിയിലും ഒരു പോളിസിയിലും ഒരു ബോധവും ഒരു വിവരവും ഒരു സ്ഥായിയായ ഭാവവും ഒരു ഫിലോസഫിക്കലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു ചെറിയ നിയമം പോലും, അയാൾ ഉപയോഗിക്കുന്ന സൈക്കിളിന്റെ കാറ്റ് പോലും ഇത്ര അളവിലല്ല എങ്കിൽ അത് ഓടിക്കാൻ പറ്റില്ല. പിന്നെ ചതുരത്തിന്റെ സൈക്കിള് ടയർ മതി എന്ന് വിചാരിച്ച് അയാൾക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. വട്ടത്തിൽ തന്നെ വേണം സൈക്കിളിന്റെ ടയർ. അപ്പോ സ്വന്തം നിയമത്തിലും സ്വന്തം രീതിയിലും സ്വന്തം തോന്നിയതിലും സ്വന്തം തോന്നിവാസത്തിലും ഒന്നും ജീവിക്കുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത്ര ഈസിയാണെന്നൊക്കെ വിചാരിച്ച് മനുഷ്യനെ ഇങ്ങനെ ഭയങ്കര അപാര ജീവിയായിട്ട്
അഹം ഭാവത്തോടും അഹം ബോധത്തോടും അഹങ്കാരത്തോടും ഒക്കെ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ തെന്നണം. ഓരോന്നിനും അതിൻ്റെ സിസ്റ്റമുണ്ട്, അതിൻ്റെ കൃത്യതയുണ്ട്, അതിൻ്റെ നിയമങ്ങളുണ്ട്. എന്തിനു പറയുന്നു? രാവും പകലുമൊക്കെ ഉണ്ടാകുന്ന സൂര്യന്റെ ഭ്രമണവും ഭൂമിയുടെ ഭ്രമണവും അച്ചുതണ്ടും അതിൻ്റെ സമയനിശ്ചയമായിട്ടുള്ള തിരിയലുകളും അതിൻ്റെ ചംക്രമണങ്ങളും ഒക്കെ ഗ്രഹങ്ങളുടെ ചംക്രമണങ്ങളും ഒക്കെ ഈ ഒന്നിനും പറ്റാത്ത മനുഷ്യനെ ആലോചിച്ചിരുന്ന് വായിച്ച് പഠിച്ചാൽ പോലും ഒന്നും മനസ്സിലാവില്ല. അപ്പോ വലിയ ബുദ്ധിയുണ്ട്, വിവരമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ഓരോ മണ്ടയുള്ള മണ്ടന്മാരും ജീവിതത്തിൽ തിരിച്ചു വന്നേ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഒരു മിനിമം അഹങ്കാരത്തിലേക്കാവാം, അത് പ്രൗഡ്നെസ് ആവാം, അത് അഹംഭാവത്തിലേക്ക് പോകരുത്. അപ്പൊ ചേഞ്ച് ചെയ്തേ പറ്റൂ. ഞാൻ ആർക്കും വഴിപ്പെടില്ല, എന്നെ ഉപദേശിക്കേണ്ട, ഞാൻ ശരിയാവില്ല എന്നില്ല. നിയമങ്ങളെ പാലിച്ചേ പറ്റും. ഞാൻ റെഡ് ആവുമ്പോഴേ പോകൂ എന്ന് വാഹനം ഓടിക്കാൻ തീരുമാനിച്ചാൽ യാതൊരു കുഴപ്പമില്ല. അതത് രാജ്യത്തെ നിയമത്തിനനുസരിച്ചുള്ള ജയിലോ, വണ്ടി ജയിലിലിടുന്നതോ, ആള് ജയിലിടുന്നതോ, വലിയ പെനാൽറ്റി ശിക്ഷയായി നൽകുന്നതോ, അങ്ങനെ പലതും ഉണ്ട്. അത് ഏതും അയാൾക്ക് നേടാൻ സാധിക്കും. അപ്പോ എനിക്കങ്ങനെ പറ്റൂ എന്നുള്ള എൻ്റെ നിയമത്തിന് പുറകിലല്ല ജീവിതം. മറിച്ച് നിൽക്കുന്ന സ്ഥലത്തിന് ഓരോ നിയമങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റാണ്. യൂണിവേഴ്സൽ എനർജിയുടെ വളരെ കൃത്യമായ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിന് അതിൻ്റെതായ ഒരു നിയമമുണ്ട്. ആ രീതി എന്താണ്, അതിന്റെ ശാസ്ത്രം എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ത്വര മനുഷ്യനുണ്ടാവണം. അതിന് എവിടെ കിട്ടും, എങ്ങനെയാണ് എന്നെക്കുറിച്ച് കൃത്യമായി പറയുന്ന ഒരു ഗ്രന്ഥം, ഒരു മാനുവൽ ഇവിടെ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരതി നടക്കുന്ന സോക്രട്ടീസിന്റെ റാന്തൽ പോലെ, അല്ലെങ്കിൽ ഒരു വെളിച്ചം പ്രയോഗിച്ച് അങ്ങനെ നടന്ന് 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 ഞാൻ അന്വേഷിയാണ്, ഞാനിത് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്ന് പറഞ്ഞ് പകൽ വെളിച്ചത്തിൽ പോലും റാന്തലും കത്തിച്ച് വെളിച്ചവുമായി നടക്കുന്ന, ടോർച്ചുമായി നടക്കുന്ന, വിവരം തേടുന്ന ആളുകളായി മാറുക. അപ്പൊ അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ സ്ഥായിയായ ഒരു ഭാവത്തിലേക്ക്, ഒരു യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, നേടലിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് സാധിച്ചേ പറ്റും. അപ്പോ അത്തരത്തിലുള്ള സാധ്യമാകുന്ന അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഒരു ചിന്താവിശേഷം കൊണ്ടാണ്. അപ്പൊ ഞാൻ ഭീരുവല്ല എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഭീരുത്വമാണ് നിയമം ലംഘിക്കുന്നിടത്ത് നമ്മൾ നിയമത്തെ തെറ്റിക്കുന്നു. നിയമം തെറ്റിച്ചു കഴിഞ്ഞ് നമ്മളെ പിടികൂടുമ്പോൾ ഭീരുവായി അല്ലാതെ പേടിച്ച് കരണ്ടിരിക്കുന്നത് കാണാം. അപ്പോ മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്, മനുഷ്യന്റെ രീതി അങ്ങനെയാണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്, മനുഷ്യന്റെ ഇമോഷൻസ് അങ്ങനെയാണ്. അപ്പൊ മനുഷ്യൻ ഈസ് എ കോംപ്ലക്സിറ്റി ഓഫ് ഓൾ ഇമോഷൻസ്. ഹ്യൂമൻ ബീങ്സ് ഒരു എമോഷൻസിന്റെ ഒരു കോംപ്ലക്സിറ്റിയാണ്. നമ്മൾ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ നിമിഷവും, ഓരോ സമയവും, ഓരോ ദിവസവും മനുഷ്യൻ ജീവിക്കുന്നത് അതത് ഇമോഷൻസുമായും ഇന്റലക്റ്റുമായിട്ടും കമ്മ്യൂണിക്കേഷനുമായും ധാരാളമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ കൊള്ളണമെന്നുണ്ടെങ്കിൽ കുക്കർ ഉണ്ടാക്കിയ കമ്പനി പറഞ്ഞ വിസിലിന്റെ എണ്ണം നിർബന്ധമായി ഫോളോ ചെയ്യണം. ഏറ്റവും ചെറിയ കാര്യം പറയാൻ, വളരെ ചെറിയ കാര്യം. അല്ല, എനിക്ക് 12 വേണം 20 വേണം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലും നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് ആളുകളുടെ നിയമം നിങ്ങൾ ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച, റെസിപ്പി ഉണ്ടാക്കാൻ പഠിപ്പിച്ച പാചകക്കാരനായ വലിയ ഷെഫിന്റെ വാക്കുകൾ കേട്ട് അതിന് കൃത്യമായ വെള്ളം തെറ്റിച്ചഴിച്ചാൽ അത് അതിനേക്കാൾ ടേസ്റ്റ് പോകും, കരിഞ്ഞു പോകും, ഇല്ലാതാവും, കഴിക്കാൻ പറ്റാതെ. അപ്പം എനിക്ക് ഉപദേശം തേടിയേ പറ്റൂ, ഉപദേശങ്ങൾ കേട്ടേ പറ്റൂ. കത്തു നോക്കി ഞാൻ ഉപദേശം കേൾക്കില്ല എന്ന് പറയും. ആരുമില്ലാത്ത റൂമിൽ അടച്ചിട്ടിരുന്ന് യൂട്യൂബിൽ നിന്ന് ഓരോ ആളുകളുടെ ഉപദേശം കേൾക്കും. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ പലപ്പോഴും നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസും ഒക്കെ നിങ്ങൾ ആളുകളെ നോക്കിയിട്ടാണോ സ്റ്റാറ്റസ് ചെയ്യാറ്? നമ്മളുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് ആളുകൾ ഇങ്ങനെ പലപ്പം പറയും, നിങ്ങൾ ശരിയല്ല, നിങ്ങളിലൊക്കെ എല്ലാവർക്കും അനുഭവം ഉണ്ടാവാറില്ലേ? നമ്മുടെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ആളുകൾക്കൊന്നും നമ്മളല്ലേ എന്താ പറയാ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയും. എന്നതുപോലെ ആളുകൾക്കൊന്നും ഒരു വാല്യൂ കാണൂല. ആക്ച്വലി ഇതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് മുഖത്ത് നോക്കി വളരെ അടുത്ത ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാർക്ക് എന്തും പറയാവുന്ന രൂപത്തിൽ വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുകയും ചെയ്യും. ചിലപ്പോൾ അത് ഹെർട്ട് ചെയ്യുകയും ചെയ്യും, മാനസികമായിട്ട് ഒരുപാട് ദിവസം അത് വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചില ആളുകളുടെ പ്രസംഗവും ചില ആളുകളുടെ പ്രഭാഷണങ്ങളും രീതികളും സ്റ്റാറ്റസും ഒക്കെ കണ്ടിട്ട് ആളുകൾ പറയും, അയാൾ ശരിയല്ല, പിന്നെ എന്തിനാ അയാളുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഏത് ശരിയായ ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്? അതൊന്ന് പറയൂ. അല്ല,
ഏതോ ഒരു ബോധവുമില്ലാത്ത, ഒരറിവുമില്ലാത്ത, ആരാണെന്ന് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഏതോ ഒരാൾ പടച്ചുവിട്ട എന്തോ ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് നിങ്ങൾ സ്റ്റാറ്റസിലിട്ടു, നിങ്ങൾ ഷെയർ ചെയ്തു. അപ്പോ ആളുകളുടെ കോലവും തരവും രീതിയും രൂപവും ഭാവവും ഫിലോസഫിയും ആ ക്വാളിറ്റിയും ഒന്നും നോക്കിയിട്ടൊന്നും അല്ല നിങ്ങൾ ആരും പലരും ഇവിടെ ഷെയർ ചെയ്യുന്ന പല സംഭവങ്ങളും. അതിനൊന്നും മനുഷ്യന് സമയവുമില്ല ആക്ച്വലി. എന്നിട്ട് അടുത്തറിയുന്ന ആൾക്കാരെ മുഖത്ത് നോക്കി ചീത്ത പറയാനല്ലാതെ ഇതിനൊന്നും, ഇതെന്തും എഴുതിയും പഠിച്ചും വിടാനും ആരുടെയെങ്കിലും ഒന്നിനും കൊള്ളാത്ത ഭൂമിയിൽ ഏറ്റവും തല്ലിപ്പൊളി മനുഷ്യൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ആയിരിക്കും ഇട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങൾ ഒരിക്കലും അറിയണമെന്നില്ല. അപ്പൊ ഇട്ട ആൾ ആരാണോ, ഷെയർ ചെയ്ത ആൾ ആരാണോ എന്നുള്ളതല്ല പ്രധാനം. ആ മർമ്മം നമ്മളുടെ ജീവിതത്തിൽ ഉപകാരമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ മോശപ്പെട്ട തന്റെ അയൽവാസിയെ ഉപദേശിക്കാൻ വേണ്ടി വലിയ ആളായി നടക്കുന്നുണ്ടാവും. താൻ നന്നായോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് ഉപദേശം, നീ ഉപദേശിക്കണ്ട, അവൻ ഉപദേശിക്കണ്ട എന്നൊക്കെ പറയാൻ വലിയ നാവുണ്ടാവും. പക്ഷെ ആരും ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞവൻ വാതിലടച്ചിട്ട് ആരാണ് എന്നെ ഉപദേശിക്കുന്നവൻ എന്നറിയാതെ ഇരുന്ന് 1000 യൂട്യൂബും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 200 ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് പല ആളുകളെയും ഫോളോ ചെയ്ത് അവരുടെ പറയുന്നതൊക്കെ കേട്ട് അതൊക്കെ വലിയ സ്റ്റാറ്റസ് ആക്കി ഇടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ കാണാം വലിയ കൊമ്പത്തെ സ്റ്റാറ്റസുകളൊക്കെ ഓരോരുത്തർ ഇട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഇത് പറഞ്ഞ ആൾ ആരാന്ന് പോലും ഇയാൾക്കറിയില്ല. അപ്പോ ഇത് മനുഷ്യന്റെ ഒരു വല്ലാത്തൊരു വിരോധാഭാസമാണ്. ഏതായിരുന്നാലും ചെയ്തല്ലേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പോ ഉപദേശം സ്വീകരിക്കണം. അത് ഇങ്ങനെ ഓരോ ഗുരുക്കന്മാരിൽ നിന്നും, ഓരോ സൗകര്യങ്ങളിൽ നിന്നും, ഓരോ ഫിലോസഫിയിൽ നിന്നും, പോളിസികളിൽ നിന്നും ഏതാണ് മനുഷ്യന്റെ മാനുവൽ എന്ന് കണ്ടെത്താനുള്ള മിനിമം ചേതോ വികാരം, ഒരു ഒരു ഉള്ളിൽ നിന്നൊരു തോന്നലെങ്കിലും നമുക്കുണ്ടാവണം. അത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.